ദേശീയ തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദം എത്തിക്കുവാൻ കഴിയുന്ന നേതാവാണ് ശശി തരൂർ. 4 തവണ ഒരേ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ശശി തരൂരും സീറ്റ് നൽകിയ കോൺഗ്രസ് പാർട്ടിയും കേരള രാഷ്ട്രീയത്തിൽ പരസ്പര പൂരകങ്ങളായി മുന്നോട്ട് പോകുന്ന 2 ഘടകങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തവുമാണ്. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീർത്തും പുതുമുഖമായി വന്ന നേതാവാണ് ശശി തരൂർ. കൊണ്ടുവന്നത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും. ശശി തരൂരിന്റെ ദീർഘവീക്ഷണവും വികസന കാഴ്ചപ്പാടും വിദ്യാഭ്യാസ യോഗ്യതയുമാണ് കോൺഗ്രസിലേക്ക് ശശി തരൂരിനെ എത്തിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. 2009 മുതൽ 2024 അവസാന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ നിരന്തരമായ വിജയം കൈവരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയാക്കിയ ശശി തരൂർ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിലും വിജയം തരൂർ കൈപ്പിടിയിലാക്കി. 2019 ശശി തരൂരിനെ BJPയിലേക്ക് ആകർഷിക്കാനുള്ള പല തന്ത്രപരമായ നീക്കങ്ങളും നടന്നിരുന്നു. എന്നാൽ BJPയോടും പ്രധാനമന്ത്രിയോടുമുള്ള അടുപ്പവും പിന്തുണയും പ്രകടിപ്പിച്ചു തുടങ്ങിയത് അവസാന തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അടുപ്പം പ്രകടിപ്പിക്കുന്ന ശശി തരൂരിനെയാണ് കണ്ടുവരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളെ തരൂർ അനുകൂലിക്കുന്നു എന്നത് വിവാദമായപ്പോൾ നല്ലത് കണ്ടാൽ നല്ലത് പറയും എന്നായിരുന്നു തരൂരിന്റെ ഭാഷ്യം. പിന്തുണ എന്നതിനപ്പുറത്തേക്ക് ഒരു BJP നേതാവിന്റെ ഭാഷയിൽ തരൂരിന്റെ പ്രതികരണങ്ങൾ ഉയർന്നു കേട്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ്. അനവസരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ വെട്ടിലായപ്പോൾ തരൂർ പൂർണ്ണ മനസ്സോടെ കേന്ദ്ര സർക്കാർ സമീപനങ്ങൾക്കൊപ്പമായിരുന്നു. തരൂരിനുള്ള വിശ്വപൗരൻ എന്ന വിശേഷണവും വ്യക്തിപ്രഭയും നോട്ടമിട്ട BJPക്ക് ഇതൊരു സുവർണ അവസരം തങ്കത്തളികയിൽ വെച്ച് നൽകിയതുപോലെ ആയിരുന്നു. അസ്വാരസ്യത്തിൽ തുടർന്ന കോൺഗ്രസിൽ നിന്നും തങ്ങളുടെ പക്ഷത്തേക്ക് തരൂരിനെ കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു നീക്കമായാണ് തരൂർ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ അംഗമാകുന്നത്. അതിനാകട്ടെ കോൺഗ്രസിൽ നിന്നും അനുമതി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. തന്റെ കഴിവുകളെയും ആഗോളതലത്തിലുള്ള പ്രതിച്ഛായയെയും അവഗണിക്കുന്ന കോൺഗ്രസിനേക്കാൾ പ്രിയം തന്നെ പരിഗണിക്കുന്ന BJPയോട് തന്നെ തോന്നിയാൽ അതിൽ തരൂരിനെ കുറ്റം പറയാനാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ തരൂർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യക്ക് സമ്മാനിച്ച് കോൺഗ്രസിനെ പൊതുമധ്യത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞ് എതിർചേരിയിലേക്ക് ചേക്കേറിയാൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണികയായി താൻ മുദ്ര കുത്തപ്പെടുമെന്നുള്ള ബോധ്യവും തരൂരിനെ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ നിർത്തുന്നു. ഓരോ വിവാദ പരാമർശങ്ങളിലും ശാസനയും താക്കീതും നൽകി തരൂരിനെ മയപ്പെടുത്തുകയല്ലാതെ പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസിന് സ്വീകരിക്കാനാവുകയുമില്ല. അങ്ങനെ മനസ്സും ശരീരവും 2 തട്ടിലാക്കി തരൂരിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യവും ഉറ്റുനോക്കേണ്ടതാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഈ ചിത്രം വ്യക്തമാകും. തരൂർ കോൺഗ്രസിന് അകത്തോ പുറത്തോ എന്ന്.